കല്ലറയിൽ കണ്ടത് ശവശരീരമോ? ആ ശവശരീരം ബംഗാളിയുടേതാണോ? സ്ഥിരീകരണം നിർബന്ധമായി നടത്തണം. ഇരിട്ടി വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിൽ കഴിഞ്ഞ ദിവസം കാണപ്പെട്ട കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു അതെന്താണ് എന്ന് അന്വേഷിക്കാൻ നിയമ സംവിധാനത്തിന് എന്തിനാണ് ഇത്ര മൗനം? പള്ളി വികാരിയും നാട്ടുകാരും പറയുന്നു ഇതിന് ക്ലാരിറ്റി വേണമെന്ന്. എന്നാൽ ദുരൂഹത നീങ്ങി എന്ന് പോലീസ് പറയുമ്പോഴും ചില സംശയങ്ങൾ ഇവിടെ ബാക്കിയാവുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കല്ലറകളിൽ ശവശരീരം മറവ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ് യാതൊരു കാരണവശാലും ബോഡി മറവ് ചെയ്യില്ല എന്ന് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഉന്നത വികാരിമാർ അടിവരയിട്ട് പറയുമ്പോഴും 2006 അടക്കം ചെയ്ത ബോഡി ഏതാണ്? പെട്ടിയിലുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ 2015 ചെയ്ത ബോഡിയാണോ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇത്തരം സംവിധാനത്തിൽ ഒരു ശവശരീരം ക്രിസ്ത്യൻസ് കല്ലറകളിൽ മറവ് ചെയ്യുമ്പോൾ പള്ളി വികാരി ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ബോഡിയും മറവ് ചെയ്യുന്നതല്ല. അങ്ങനെയെങ്കിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ബോഡിയാണെങ്കിൽ അത് മറവ് ചെയ്ത ദിവസം അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ വികാരി ആരായിരിക്കും? എന്തുകൊണ്ടാണ് ആ വികാരി പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ് അടക്കം ചെയ്യാൻ അന്ന് സമ്മതിച്ചത്? അതിന് മറ്റാരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ പള്ളിയുടെ രേഖകളിൽ എന്തായാലും ഉണ്ടാവേണ്ടേ? ഇനി വികാരിമാർ മാറി മാറി വന്നാലും അടുത്ത സംവിധാനമായ കപ്പ്യാര്, കൈക്കാരന്മാർ ആ നാട്ടുകാരാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഒരു വികാരി ബോഡി മറവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയായി കപ്പ്യാര് അതിനോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ ബോഡി മറവ് ചെയ്യാൻ കപ്പ്യാരും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ആർക്കാണ് ആ സഹായം ചെയ്തു കൊടുത്തത്? ഒരു ശവപ്പെട്ടി മേടിക്കാൻ പോലും സാമ്പത്തികമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടേതാണോ അവിടെ മറവ് ചെയ്തത്? അതോ മറ്റേതെങ്കിലും രീതിയിൽ മറവ് ചെയ്യപ്പെട്ട ബോഡിയാണോ? ഒരു മറുപടി സമൂഹത്തിന് കിട്ടിയേ തീരൂ. ഇങ്ങനെ ഒരു ബോഡി മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ വികാരി രൂപതയെ അറിയിച്ചിട്ടാണോ ചെയ്തത്? നാട്ടിലെ മറ്റൊരാൾക്ക് പോലും പ്ലാസ്റ്റിക് പായയിൽ മറവ് ചെയ്തതായി ഓർമ്മയില്ല എന്ന് പറയുന്നു. എന്നാൽ പോലീസ് പറയുന്നത് ദുരൂഹത നീങ്ങി എന്നും അത് രണ്ടും ശവശരീരമാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബോഡിയുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് ഇവർ പുറത്തുവിടുന്നില്ല? നല്ല രീതിയിൽ അടക്കം ചെയ്തതാണെങ്കിൽ ശവപ്പെട്ടി എവിടെ? ഇതിന് പള്ളി അധികാരികൾ കൃത്യമായി മറുപടി പറയണം. എന്തുകൊണ്ടാണ് വിദഗ്ധ പരിശോധനകൾ നടത്താത്തത്? പോലീസ് ഇത് രണ്ടും ശവശരീരമാണെന്ന് പറയുമ്പോഴും ആ വ്യക്തികളുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇതിലും വലിയ കല്ലറകൾ പൊളിച്ച് വിദഗ്ധ പരിശോധനകൾ നടത്തി കേസ് തെളിയിച്ച കേരള പോലീസാണ് നമ്മുടെ മുൻപിലുള്ളത്. സ്ഥലം MLA-യും മന്ത്രിയുമായ ഈ വ്യക്തി ഈ വിഷയത്തിൽ ഏതെങ്കിലും അന്വേഷണം ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നാട്ടിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ജനകീയ MLA എന്നറിയപ്പെടുന്ന സാർ എന്തുകൊണ്ടാണ് പ്രതികരണം താമസിപ്പിക്കുന്നത്? വിശ്വാസികളെ നിലയ്ക്ക് നിർത്താമെന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തി സമൂഹത്തിന് വ്യക്തത നടത്തി കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇനി നാളുകൾക്ക് മുൻപ് അപകടങ്ങളും മറ്റു വിഷയങ്ങളും തുടർക്കഥയായി പിടിച്ചുലയ്ക്കുന്ന സമയത്തും അയ്യൻകുന്നിലെ ഭരണാധികാരികളെ താങ്ങി നിർത്തുന്ന കരിങ്കല്ല് പണച്ചാക്കുകൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ബലിയാടായ ഏതെങ്കിലും ഹതഭാഗ്യവാനാണോ എന്നും സംശയമില്ലാതില്ല. മറുപടി തരേണ്ടത് പള്ളി വികാരിമാരും പോലീസ് സംവിധാനങ്ങളും ആണെന്നിരിക്കെ ഇതെല്ലാം ഞങ്ങൾ പറയും നിങ്ങൾ കേട്ടാൽ മതി എന്ന ഭാവത്തിൽ മുന്നോട്ട് പോയാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. കൃത്യതയില്ലാതെ വന്നാൽ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഇന്ത്യയാണ്, കേരളമാണ്, മലബാറാണ്. ഇവിടെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യമോൾ, കൊച്ചിയിൽ നിന്നും. ദുരൂഹത നീങ്ങുന്ന സാഹചര്യത്തോട്ട് എത്തിയിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ സംശയം തന്നെ അതാണ്. ഒരു കലറിക്കകത്ത് എങ്ങനെ 2 ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം, ഞങ്ങളുടെ സംശയമാണ്. അതാണ് പോയത്. അപ്പോൾ ആ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഈ ഇടവകയ്ക്കും എനിക്കും പള്ളി അധികാരികൾക്കും ഈ നാട്ടുകാർക്കും ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഈ ആ കല്ലറ പൊളിച്ച് നോക്കുക തന്നെ വേണം. അതിന്റെ തുറന്ന പരിശോധന പ്രൊസീജിയർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തുറക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ അങ്ങ് തുറന്ന് നോക്കിയാൽ പോലെ ആൾക്കാർ പറയുന്നത് കേട്ടാൽ അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അവർക്ക് പെർമിഷൻ കളക്ടറിന്റെ പെർമിഷനൊക്കെ കിട്ടണം.